Hello Leute und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് പാർട്ട്ണർ ക്വസ്റ്റ്യൻസിനോട് അല്ലെങ്കിൽ എക്സാമിനർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഞാൻ 2 എക്സാമ്പിൾസും എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്കപ്പോഴും സ്പീക്കിങ്ങിന് എന്തുകൊണ്ടാണ് മാർക്ക് കിട്ടാത്തത്? നമ്മുടെ ഗ്രാമർ പ്രശ്നം ആയതുകൊണ്ടല്ല. എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്ന് അറിയാത്തപ്പോഴായിരിക്കും മിക്കപ്പോഴും മാർക്ക് പോകുന്നത്. അപ്പോൾ മോസ്റ്റ് സ്റ്റുഡൻസ് ഫെയിൽ സ്പീക്കിംഗ് നോട്ട് ബിക്കോസ് ഓഫ് ഗ്രാമർ ബട്ട് ബിക്കോസ് ദേ ഡോണ്ട് നോ ഹൗ ടു റിയാക്ട്. വെൻ ദി എക്സാമിനർ ആസ്ക്സ് സംതിങ് ദേ പാനിക്. In this video we see what kind of questions come, how to answer smartly and how to score marks. ഈ 3 സെക്ഷനായിട്ട് നമുക്ക് വീഡിയോനെ നോക്കാം. എങ്ങനത്തെ ചോദ്യങ്ങളാണ് വരുന്നത്, എങ്ങനെയാണ് അതിനെ സ്മാർട്ടായിട്ട് ആൻസർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാർക്ക് മാക്സിമം കിട്ടാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് കം എന്ന് നോക്കാം. ഫസ്റ്റ് കാറ്റഗറി ഒപ്പീനിയൻ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. വി സ്റ്റേ ഇൻ സി zu diesem Thema. Was denken Sie darüber? Sind Sie dafür oder dagegen? അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇതിനെപ്പറ്റി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, ഇതിന് എഗൻസ്റ്റ് ആയിട്ടാണോ അതോ ഇതിനോട് ചേർന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ആർഗ്യുമെൻറ്റ് സ്ട്രക്ചറാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിങ്ങൾക്ക് ഒരു പോയിൻറ്റിനെ എങ്ങനെ ആർഗ്യുമെൻ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും അതുപോലെ ആയിരിക്കണം. വസ് ഡെങ്കൻ സി ഡാറൂബർ, ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ജനറലി എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇതിനോട് ചേർന്നാണോ അഗൻസ്റ്റ് ആണോ നിങ്ങൾ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇതിനോട് ചേർന്ന് നിൽക്കാനുള്ള കാരണങ്ങൾ പറയുക, അല്ലെങ്കിൽ 2 സൈഡും പറയാൻ പറ്റണം. അപ്പോഴാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ് സ്ട്രക്ചർ ക്ലിയർ ആവുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ജസ്റ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ്. ജസ്റ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം പറഞ്ഞു, അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്, അതിൻ്റെ കാരണം എന്താണ് എന്ന് പറയുന്ന ആ ഉത്തരത്തിൽ ആ കാരണമായിരിക്കണം വരേണ്ടത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ജസ്റ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ, വാറും ഡെങ്കൻ സി സോ, können Sie das näher erklären? Haben Sie ein Beispiel? അപ്പം ഇതൊക്കെ എന്താണ്, ജസ്റ്റിഫൈ ചെയ്യാനാണല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് കാണിക്കണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട്. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്, ദേ ടെസ്റ്റ് ഡെപ്ത് ഓഫ് എക്സ്പ്ലനേഷൻ. നമുക്കൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മളിപ്പോൾ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടു, നമ്മുടെ ഒപ്പീനിയൻ പറയാനുള്ള ക്വസ്റ്റ്യൻസും ജസ്റ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസും. ഇത് പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ പറ്റിയായിരിക്കും പറയുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയോ പഠിച്ചു പോയിട്ട് ഏത് ചോദ്യം വന്നാലും എന്തെങ്കിലും എടുത്ത് എറിഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റായിട്ട് ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കണം. അതുകൊണ്ടാണ് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാമെന്ന് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് റിയാക്ഷൻ ക്വസ്റ്റ്യൻസ്. Finden Sie das wirklich realistisch? Glauben Sie, dass das in Deutschland funktioniert? Ist es nicht zu teuer? അപ്പം ഇതിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷനാണ് നോക്കുന്നത്. ഇത് ശരിക്കും റിയൽ ആണോ, അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ ഫങ്ഷൻ ചെയ്യുമോ? ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റണം. കാരണം ഇതിപ്പോൾ നമ്മൾ പഠിച്ചു പോയൊരു തീമേനെ പറ്റി നമ്മുടെ ഒരു റിയാക്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അത്, അല്ലേ? നമ്മൾ ഇപ്പോൾ ഒരു തീമയെ പറ്റി പഠിച്ചു പോയിട്ടുണ്ടായിരിക്കും, പക്ഷേ പെട്ടെന്ന് അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ, പാർട്ട്ണറിൻ്റെ ആയിരുന്നോ എക്സാമിനറിൻ്റെ ആയിരുന്നോ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ആ ക്വസ്റ്റ്യനകത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇസ് സൊല്യൂഷൻ അല്ലെങ്കിൽ കോംപ്രമൈസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ എന്താണ്, നമ്മൾ അവസാനം ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മൾ പാർട്ട്ണറുമായിട്ടുള്ള അഭിപ്രായത്തിൽ ചേർന്ന് പോകുന്നില്ലെങ്കിലും ഒരു കോംപ്രമൈസിൽ എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. Was wäre Ihrer Meinung nach die beste Lösung? Wie könnte man das Problem lösen? Können wir einen Mittelweg finden? അപ്പം ഇതിൽ ദേ ടെസ്റ്റ് യുവർ ഡിസ്കഷൻ എബിലിറ്റി. ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പം ഇവിടെ വന്ന് ജോലി ചെയ്യാനാണെങ്കിലും വർക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് കുറേ ആൾക്കാരുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ആ ഒരു കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ള എബിലിറ്റി നമുക്കുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യണത് ഇവിടെ.
ഇപ്പം ഈ ഒരു 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തിനാണ് നോക്കിയെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് വരുന്നത് മാത്രമല്ല ഈ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് അങ്ങോട്ടും ചോദിക്കാം അല്ലേ. അപ്പം ക്വസ്റ്റ്യൻസ് ഈ 4 ടൈപ്സേ വരുള്ളൂ. ആൻഡ് ജസ്റ്റ് നോ ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് അവർ ഇതിൻ്റെ ഉത്തരം നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മളിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? ഇതിന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു മാജിക് ഫോമുല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ദിസ് ഈസ് ഷോർട്ട് ഡയറക്റ്റ് ആൻസർ. ഷോർട്ടായിട്ടും ഡയറക്റ്റായിട്ടും ആൻസർ കൊടുക്കുക. ഗിവ് എ റീസൺ, ഒരു കാരണം പറയുക. ഗിവ് എൻ എക്സാമ്പിൾ കൊടുക്കുക. ആൻഡ് ഓൾസോ ഇൻവൈറ്റ് യുവർ പാർട്ട്ണറിനോട് ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിടുക. സോ ദാറ്റ് അവരും റിയാക്ട് ചെയ്യുവാണ്. മാത്രമല്ല നമ്മുടെ ഈ പാർട്ട്ണറുമായിട്ടുള്ള ഓഫ് ഗാബെ എപ്പോഴും ഒറ്റയ്ക്ക് സംസാരമല്ല അല്ലേ, നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ വെനെവർ യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ, ഗിവ് എ ഷോർട്ട് ആൻസർ വിത്ത് എ റീസൺ, വിത്ത് എൻ എക്സാമ്പിൾ ആൻഡ് ഇൻവൈറ്റ് യുവർ പാർട്ട്ണർ ടു സ്പീക്ക് സംതിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഇപ്പം റീസണും എക്സാമ്പിളും രണ്ടും കൂടെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇറ്റ്സ് ഫൈൻ. ഒന്നില്ലെങ്കിൽ റീസൺ കൊടുക്കുക അല്ലെങ്കിൽ എക്സാമ്പിൾ കൊടുക്കുക, എന്നിട്ട് ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക. ദിസ് വുഡ് ബി എന്താണ് ഒരു മാജിക് ഫോമുല ടു റെസ്പോണ്ട് കോൺഫിഡൻ്റ്ലി. നമുക്ക് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുവാണ്, വാസ് ഡെങ്കൻസി ഊബർ ഹോം ഓഫീസ്? അപ്പം നമ്മൾ എങ്ങനെയാണ് സ്മാർട്ടായിട്ട് ആൻസർ ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എങ്ങനെയായിരിക്കും ഇതിന് ആൻസർ ചെയ്യുന്നത്? ഹോം ഓഫീസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ പറയാം, നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം പറയാം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. തിരിച്ച് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു സാമ്പിൾ ആൻസർ നോ. Meine Meinung nach hat Homeoffice sowohl Vorteile als auch Nachteile. Einerseits spart man Zeit, da man nicht pendeln muss. Ein gutes Beispiel dafür ist meine eigene Erfahrung während der Pandemie. Wie sehen Sie das? Meine Meinung nach hat Homeoffice sowohl Vorteile als auch Nachteile. ഇതൊരു ജനറൽ സെൻറ്റൻസ് ആണല്ലേ. എൻ്റെ അഭിപ്രായത്തിൽ ഹോം ഓഫീസിന് പോസിറ്റീവ് സൈഡുകളും നെഗറ്റീവ് സൈഡുകളുമുണ്ട്. einerseits spart man Zeit. ഒരു സൈഡിൽ മനുഷ്യർ സമയം സേവ് ചെയ്യുന്നു. ദാ man nicht pendeln muss. ദാ man എന്തുകൊണ്ടാണ് നമ്മൾ ഓഫീസിലേക്കും വീട്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പെൻഡുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് സമയം കളയണ്ട. അതുകൊണ്ട് ein gutes Beispiel dafür ist meine eigene Erfahrung während der Pandemie. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എൻ്റെ തന്നെ അനുഭവമാണ്. എപ്പോഴാണ് വേറെൻ്റെ പാൻഡമിക്കിൻ്റെ സമയത്ത്, കൊറോണയുടെ സമയത്ത് അനുഭവമാണ് അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ. ഇനി വി sehen Sie das? നിങ്ങളതിനെ എങ്ങനെ കാണുന്നു? അപ്പോൾ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അല്ലേ. അപ്പം ഈ ഒരു സ്ട്രക്ചർ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പഠിക്കാൻ എക്സാമിന് പോകുന്നതിനെക്കാട്ടും മുമ്പ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇങ്ങനെ ആൻസർ ചെയ്യാനായിട്ടുള്ളൊരു സ്ട്രക്ചർ നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മൾ അത് വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോയാൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് വേറെ കുറച്ച് സിറ്റുവേഷൻസും കൂടെ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ പാർട്ട്ണർ പറഞ്ഞൊരു കാര്യത്തിന് നിങ്ങൾ അഗ്രി ചെയ്യാണ്. ഇഫ് യു അഗ്രി ടു വാട്ട് യുവർ പാർട്ട്ണർ സേസ്, നമുക്ക് എന്ത് പറയാൻ പറ്റും? Da stimme ich Ihnen vollkommen zu. നിങ്ങളോട് ഞാൻ പൂർണ്ണമായിട്ട് ചേരുന്നു. ഇറ്റ്സ് സേസ് genauso. ഞാൻ അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. Dem kann ich nur zustimmen. അതിനോട് എനിക്ക് സമ്മതിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ഇതെല്ലാം ഞാൻ പാർട്ട്ണർ പറയുന്നത് കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റേഡിയോമെറ്റലാണ്. ഇനി ഇഫ് യു ഡിസഗ്രി പൊളൈറ്റ്ലി, നിങ്ങൾ ഡിസഗ്രി ചെയ്യുകയാണ്. ഇപ്പോൾ പാർട്ട്ണർ പറഞ്ഞതിനോട് നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ പറ്റില്ല, എനിക്ക് വേറൊരു അഭിപ്രായമാണ്. ആ ഒരു കേസിൽ നമ്മൾ എങ്ങനെ പറയാം? ഇഫ് യു ഡിസഗ്രി പൊളൈറ്റ്ലി, da bin ich etwas anderer Meinung. അവിടെ എനിക്ക് വേറൊരു അഭിപ്രായമാണ്. Ich sehe das ein bisschen anders. ഞാൻ അതിനെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. Ich verstehe Ihren Punkt. Allerdings, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഓക്കെ, ഇതൊക്കെ വളരെ പൊളൈറ്റായിട്ട് ഡിസഗ്രി ചെയ്യാണ് ഞാൻ. അയാൾ പറഞ്ഞതുമായിട്ട് എനിക്ക് ചേരാൻ പറ്റുന്നില്ല അഭിപ്രായത്തോട്, അപ്പം ഞാൻ ഡിസഗ്രി ചെയ്യാണ്. നമ്മളൊരു ഡിസ്കഷനിൽ എല്ലാം സമ്മതിച്ചു കൊടുക്കണം എന്നില്ല, പക്ഷേ എതിർക്കുമ്പോൾ റൂഡായിട്ട് എതിർക്കാൻ പാടില്ല, വളരെ പൊളൈറ്റായിട്ട് വേണം സംസാരിക്കാൻ. അപ്പം ഇതൊക്കെ dem kann ich nur zustimmen, denn viele Arbeitnehmer profitieren davon. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരു സെൻറ്റൻസ് പറഞ്ഞ് ചെറുതാക്കി നിർത്തണമെന്നില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഒരു കാരണവും കൂടെ പറയാം. ഞാനും ഇതിനോട്
അഗ്രി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിർത്തണമെന്നില്ല. അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു സെൻറ്റൻസും കൂടെ ചേർക്കാം, ഒരു ക്ലോസും കൂടെ ചേർക്കാം, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മുടെ സെൻറ്റൻസ് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയി കുറച്ചുകൂടെ അഭിപ്രായം അറിയിക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് കാണിക്കാനും കൂടെ നമുക്ക് പറ്റും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് അഗ്രി ചെയ്യാനുള്ള റേഡ് മെറ്റൽ, കുറച്ച് ഡിസഗ്രി ചെയ്യാനുള്ള റേഡ് മെറ്റൽ വളരെ സിമ്പിൾ അല്ലാതെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടൊക്കെ പഠിച്ചു പോവാം കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഒരാളുടെ അഭിപ്രായമായിട്ട് ചേരുന്നില്ലെങ്കിൽ ദാസ് ഇസ് ഫാൾഷ് എന്ന് ഒറ്റ വാക്കിൽ പറയരുത്. നിങ്ങൾ പറഞ്ഞാൽ തെറ്റാണ് എന്ന് അങ്ങനെ പറയുമ്പോൾ അത് ഭയങ്കര ഡയറക്റ്റുമാണ്, ഭയങ്കര അഗ്രസീവായിട്ടും തോന്നും. അതുകൊണ്ട് നിങ്ങൾ സമ്മതിക്കാത്ത ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനെ പറയരുത്. കാരണം ഇതൊരു ഡിസ്കഷനാണ്. നമ്മളൊരു ഓഫീസിൽ ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ബാക്കിയുള്ളവരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റണം, നമുക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിതിൽ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഭയങ്കര അഗ്രസീവായിട്ട് നോ 9 എന്ന് പറയരുത്. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾസ് റേഡ് മെറ്റലൊക്കെ വെച്ചിട്ട് ഒന്ന് പോളിഷ് ചെയ്തിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാൻ നോക്കും. ഇനി അടുത്തൊരു സിറ്റുവേഷൻ വരാനുള്ളത്, നമുക്ക് ഇച്ചിരി സമയം വേണം ഒന്ന് ആലോചിക്കാൻ. ഇഫ് യു നീഡ് ടൈം ടു തിങ്ക്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം എന്തോ ഒന്ന് ചോദിച്ചു, പക്ഷേ ആ സെൻറ്റൻസ് അങ്ങോട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് പെട്ടെന്ന്. അപ്പം നമുക്ക് ഒരുപാട് സമയം മിണ്ടാതിരുന്നാൽ ഒരു സുഖമില്ലാത്ത ഒരു പോസായി പോലെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റേഡ് മെറ്റൽസ് ആണ്. ദസ് ഇസ് ആൻ ഇൻട്രസന്റ് ഫ്രാഗ്. അപ്പം കുറച്ച് നേരം ഒന്ന് ആലോചിച്ചു, ഒന്നും കിട്ടണില്ല പറയാൻ എന്ന് തോന്നി ആ ഒരു പോസ് സുഖമില്ലാണ്ട് നീണ്ട് പോകാമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഇടയിൽ ഈ ഒരു സെൻറ്റൻസാണ്, ഇതിലേതെങ്കിലും ഒരു സെൻറ്റൻസ് എടുത്തിടുക. ദസ് ഇസ് eine interessante Frage. Darüber habe ich noch nicht nachgedacht. Lassen Sie mich kurz überlegen. അപ്പം നിങ്ങൾ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നും ഇങ്ങനെ ആലോചിക്കാം നമുക്കല്ലേ. അല്ലെങ്കിൽ darüber habe ich noch nicht nachgedacht. അതിനെപ്പറ്റി ഞാൻ ഇതുവരെ ഒന്നും ആലോചിച്ചിട്ടില്ല. അല്ലെങ്കിൽ lassen Sie mich kurz überlegen. എനിക്കൊരു മിനിറ്റ് സമയം തരുമോ ആലോചിക്കാൻ അതിനെപ്പറ്റി, ഇങ്ങനെ പറയാം. അപ്പോൾ ആ പോസ് ഒന്ന് നമുക്ക് ഇച്ചിരി നീട്ടിയെടുക്കാം, ഒന്ന് ആലോചിക്കാനുള്ള സമയത്തിന് വേണ്ടിയിട്ട്. യു ക്യാൻ യൂസ് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫില്ലർ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അടുത്തൊരു കണ്ടീഷൻ, ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇപ്പം പാർട്ട്ണർ ചോദിച്ചതോ എക്സാമിനർ ചോദിച്ചതോ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവാത്ത ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താ, ഒന്നില്ലെങ്കിൽ മനസ്സിലായില്ല എന്നായിരിക്കും, അല്ലെങ്കിൽ മനസ്സിലായിട്ടും ഉത്തരം പറയാൻ അറിയില്ല എന്നായിരിക്കും വിചാരിക്കുന്നത്. ദ ബെസ്റ്റ് ഓപ്ഷൻ വുഡ് ബി könnten Sie das Frage bitte wiederholen? Habe ich Sie richtig verstanden? Das ഇപ്പം ഒന്നല്ലെങ്കിൽ നിങ്ങൾ ആ ചോദ്യം ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്കിതാണ് മനസ്സിലായത് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ ചോദ്യം ഒന്നുകൂടെ റീഫോർമുലേറ്റ് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്തിനൊക്കെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാന്ന് വെച്ചാൽ, ദിസ് പ്രിവെൻറ്റ്സ് പാനിക് സൈലൻസ്. നമുക്ക് പെട്ടെന്ന് ഒന്നും പറയാൻ കിട്ടാതെ ഒരു പോസ് വരില്ലേ, അപ്പോൾ ഒരു ഓക്വേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമുക്ക് മനസ്സിലാവാത്ത കാര്യം തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഷോസ് യുവർ കോൺഫിഡൻറ്റ്, അല്ലാണ്ട് നിങ്ങളുടെ വീക്ക്നെസ് അല്ല അവിടെ കാണിക്കുന്നത്. എന്തോ കേട്ട് പകുതി മനസ്സിലായത് വെച്ച് ഉത്തരം പറയുന്നതിനെക്കാട്ടും ബി കോൺഫിഡൻറ്റ് വാട്ട് ടു അവോയ്ഡ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത് കേട്ടോ. ഇതൊരു കാരണവശാലും ചെയ്യാതിരിക്കാൻ നോക്കുക. വൺ വേർഡ് ആൻസേഴ്സ്, യാ, 9 അങ്ങനെയൊക്കെ പറഞ്ഞ് ഒറ്റ വാക്കിൽ ഉത്തരങ്ങൾ പറയാതിരിക്കാൻ നോക്കുക. വെരി ഷോർട്ട് സെൻറ്റൻസസ്, വളരെ ചെറിയ സെൻറ്റൻസസ് ആയിട്ട് പറയാതിരിക്കാൻ നോക്കുക. ഇതൊരു ഡിസ്കഷനാണല്ലേ. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ മലയാളത്തിൽ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു പോയിന്റ് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നിർത്തി പോകില്ലല്ലോ. നമ്മൾ 1-2 സെൻറ്റൻസ് ഒക്കെ പറഞ്ഞിട്ടല്ലേ നിർത്തുള്ളൂ. അതുകൊണ്ട് 2 വാക്കോ 3 വാക്കുള്ള ഒരു കുഞ്ഞു സെൻറ്റൻസ് പറഞ്ഞിട്ട് നിർത്താതിരിക്കാൻ നോക്കുക. മെമ്മറൈസ്ഡ് മോണോലോഗ്, ഒരിക്കലും ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് ആ ഒരു 3-4 സെൻറ്റൻസ് പ്രസംഗം പോലെ എടുത്ത് അങ്ങോട്ട് പറയാതിരിക്കാൻ നോക്കുക. എപ്പോഴും പാർട്ട്ണറിനോട് റിയാക്ട് ചെയ്യാൻ നോക്കുക, അവരിൽ നിന്ന് ഒരു റിയാക്ഷൻ എടുക്കാൻ നോക്കുക, അവരെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കാൻ നോക്കുക. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിയാക്ഷൻ പോലെ ആയിരിക്കണം ഈ ഒരു എക്സ്പ്രഷൻ ടൈൽ 2 എപ്പോഴും നടക്കേണ്ടത് കേട്ടോ. ഇഗ്നോറിങ് പാർട്ട്ണർ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള അടുത്ത 4 സെൻറ്റൻസ് പറയാൻ നോക്കരുത്. ഞാൻ 4 സെൻറ്റൻസ് ഇപ്പോൾ പറഞ്ഞു, പാർട്ട്ണർ പിന്നെ എന്തൊക്കെയോ പറഞ്ഞു, പിന്നെ അടുത്തതായിട്ട് എനിക്ക് വീണ്ടും പറയാനൊരു അവസരം കിട്ടുമ്പോൾ ഞാൻ പഠിച്ചത് അന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 സെൻറ്റൻസ് വീണ്ടും പറയാനല്ല നോക്കേണ്ടത്. പാർട്ട്ണർ പറഞ്ഞതിനെ റിയാക്ട് ചെയ്തിട്ട് വേണം പറയാൻ. ഓക്കെ, അപ്പം സ്പീക്കിംഗ് ഓൺലി യുവർ ഒപ്പീനിയൻ വിത്തൗട്ട് റിയാക്ടിങ്, നമ്മുടെ അഭിപ്രായം മാത്രം പറഞ്ഞു പോകൽ ഒരിക്കലും ചെയ്യരുത്. യു ഹാവ് ടു റിയാക്ട് ടു യുവർ പാർട്ട്നേഴ്സ് ഒപ്പീനിയൻ. എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യുക മാക്സിമം? എക്സാമിനേഴ്സ് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ടാസ്കിൽ? ടാസ്ക് ഫുൾഫിൽമെൻറ്റ്, കംപ്ലീറ്റ് ആയിട്ട് ആ ടാസ്ക് ചെയ്തോ, ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ടോ, പാർട്ട്ണറുമായിട്ട് കറക്റ്റായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ടോ, B2 ലെവൽ വൊക്കാബുലറി ഉണ്ടോ, ഗ്രാമർ ഉണ്ടോ, ഫ്ലുവൻസി ഉണ്ടോ. അപ്പം ഇത് ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്കിത് മിക്ക കാര്യങ്ങളും നമുക്ക് നേരത്തെ ഫുള്ളി പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ ചെറിയൊരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരും, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി നോർമൽ. പക്ഷേ എന്നാൽ പോലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയാൽ
അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ പാസ്സാവാം എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യുക? ഫസ്റ്റ് തിങ്, യൂസ് കണക്ടേഴ്സ്. അതായത് കുറച്ച് കോംപ്ലക്സ് സെൻറ്റൻസസ് ബിൽഡ് ചെയ്യാൻ നോക്കുക. B2 ലെവൽ കണക്ടേഴ്സ് യൂസ് ചെയ്യാൻ പഠിച്ചിട്ട് തന്നെ പോവുക. കോംപ്ലക്സ് സെൻറ്റൻസസ് യൂസ് ചെയ്യുക, എക്സാമ്പിൾസ് പറയുക, പൊളൈറ്റ് ആയിട്ട് ഡിസഗ്രി ചെയ്യാം. ക്വസ്റ്റ്യൻസ് ടു പാർട്ട്ണറിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കാരണം ഇന്ററാക്ട് ചെയ്യുമ്പോൾ ബോണസ് പോയിന്റ്സ് വരും. ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോയാൽ യു ആർ 100% റെഡി. ഇത്രയും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയാൽ യു ആർ ഫുള്ളി റെഡി ടു അറ്റൻഡ് ദിസ് എക്സാം. അടുത്തൊരു ടോപ്പിക് നമുക്ക് ഷുഡ് സോഷ്യൽ മീഡിയ ബി റെസ്ട്രിക്റ്റഡ് ഇൻ സ്കൂൾസ്? സോൾട്ടൻ സോഷ്യൽ മീഡിയൻ ഇൻ ഷൂലൻ eingeschränkt werden. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ചോദിക്കുകയെന്ന് വിചാരിക്കുക, ഇസ് ദാസ് nicht eine Einschränkung der Freiheit? അത് നമ്മുടെ ഫ്രീഡം ചുരുക്കുകയല്ലേന്ന്, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? ഒരു സാമ്പിൾ ഉത്തരം നമുക്ക് നോക്കാം. Das ist ein wichtiger Punkt. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് മിക്കയിടത്തും പഠിച്ചു വെച്ചിട്ട് പോയാൽ നമ്മുടെ ആൻസർ നമുക്ക് മനസ്സിൽ ഈ ഒരു സെൻറ്റൻസ് പറയുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ബാക്കി പറയാനുള്ള ആൻസർ ഒന്ന് ഫോർമുലേറ്റ് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും. Ich verstehe, എനിക്ക് മനസ്സിലാവുന്നു. that soziale Medien zur Freiheit gehören. എനിക്ക് മനസ്സിലാവും സോഷ്യൽ മീഡിയ നമ്മുടെ ഫ്രീഡത്തിൻ്റെ ഒരു ഭാഗമാണെന്ന്. Allerdings sollte man berücksichtigen, dass Jugendliche leicht abgelenkt werden können. Allerdings എന്നിരുന്നാലും നമ്മൾ സൂക്ഷിക്കണം. berücksichtigen, dass Jugendliche leicht abgelenkt werden können. എന്താണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? ചെറുപ്പമായിട്ടുള്ള ആൾക്കാർ അവരെ വളരെ എളുപ്പത്തിൽ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന്. Vielleicht könnte man die Nutzung Kindersicherung അല്ലെങ്കിൽ Zeit begrenzen. Was denken Sie darüber? Vielleicht könnte man die Nutzung, നമുക്ക് ഒരു പക്ഷേ ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ സമയം കുറച്ച് ലിമിറ്റഡ് ആയിട്ട് വെക്കാം. അല്ലെങ്കിൽ കിൻഡർസിഷറും എന്ന് വെച്ചാൽ കുട്ടികൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ പേരൻ്റൽ കൺട്രോൾസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം ഈ പറഞ്ഞ ആൾക്ക് നമ്മുടെ പാർട്ട്ണറിന് ഇത് അത്ര താല്പര്യമില്ല എന്ന് തോന്നി അല്ലേ? അത് നമ്മുടെ ഫ്രീഡം ചുരുക്കുന്ന ഒരു കാര്യമല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുമോ എന്നാണ് അയാൾ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം അല്ലേ? ഇപ്പം ഈ ഒരു അഭിപ്രായത്തിൽ എനിക്ക് സോഷ്യൽ മീഡിയ അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല, അത് അത്ര ആവശ്യമില്ലാത്തത് പോലെയാണ് ഞാൻ പറയണത്, എന്നാൽ ഞാനത് നൈസായിട്ടാണ് പറഞ്ഞിട്ടുള്ളൂ. അതായത് മുഖത്തടിക്കുന്ന പോലെ അത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ആയിരിക്കണം ഒരു ഗുഡ് ആൻസർ. ദിസ് ഈസ് ഹൗ യു ക്യാൻ റിയാക്ട് ടു യുവർ പാർട്ട്ണർ. അപ്പം ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും, അത് നിങ്ങളെ എന്തൊക്കെ ചെക്ക് ചെയ്യാനുള്ളതാണ് എന്നും എങ്ങനെയൊക്കെയാണ് നമുക്ക് റിയാക്ട് ചെയ്യുക എന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്.